മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഊട്ടി പോകുമ്പോൾ ഈ വഴിക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഊട്ടി പോകുമ്പം ഈ വഴി തന്നെ പിടിച്ച് ഈ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അധികം. അങ്ങനെ ഊട്ടിയിലെത്തിയത് കാണാനുണ്ട്. ഊട്ടിയിൽ നല്ലോണം കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു വെതർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയപ്പം. ഈ പ്രാവശ്യം പോകുന്നത് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിനോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഈ പ്രാവശ്യം നമ്മളൊരു 1 ഡേ കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈൽഡ് വൈബ്സ് എന്ന പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത് കേട്ടോ. അവർ ട്രക്കിംഗ് വഴിയാണ് നമ്മളെ മുകളിലെത്തിക്കുക. പിന്നെ അവർ എഫ്രെയിംസാണ് നമ്മളെ കൂടെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല വെതറായിട്ടുണ്ട്. നല്ല മഴയും കോടയൊക്കെ ആയിട്ട് നല്ലൊരു വെതർ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ബാൽക്കണിയിൽ നല്ലൊരു ജസ്റ്റ് വ്യൂ ആട്ടോ ഇത് കാണുന്നത്. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ ചായയും സ്നാക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടി എന്താണോ അവർ ചെയ്തു തരും. നൂഡിൽസോ അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ ആ വെതറിന് പറ്റിയ നല്ലൊരു ബ്ലാക്ക് കോഫിയും സ്നാക്കൊക്കെ കിട്ടിയാൽ ഒരു വേറെ വൈബ് തന്നെയാണ്. പിന്നെ രാത്രിയുള്ളൊരു വ്യൂ ആട്ടോ നിങ്ങൾ കാണുന്നത്. എന്തായാലും രാത്രിയും അവർ ഫുഡും അതുപോലെ തന്നെ ചെറിയൊരു സെറ്റപ്പിൽ ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്യും. എന്തായാലും അഴിവ് നൈറ്റായിരുന്നു. പിന്നെ മോർണിംഗ് നമ്മളെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ മോർണിംഗ് അവിടെ ക്ലൗഡ് ഫെഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് കാണാൻ വേണ്ടി പോയി. ജസ്റ്റ് സൺ റൈസിങ് ഒക്കെ കണ്ട് എന്തായാലും അവിടുന്ന് ആ ഒരു ടൈമിൽ നല്ലൊരു സണ്ണി കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലോണം മുതലാക്കിയിട്ടുണ്ട് ആ ഒരു സ്ഥലം. അങ്ങനെ പിന്നെയും ആ ഒരു വെതറൊക്കെ മാറി പിന്നെ തന്നെ നല്ലോണം കോട ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ ഗൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് ചെറിയ ചെറിയ പൂവുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലം. അങ്ങനെ അടിപൊളിയൊരു സ്ഥലം തന്നെയായിരുന്നു. നമുക്ക് നല്ലോണം 1 ഡേ ഒരു കാം ആൻഡ് പീസായിട്ടൊരു ഡേ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും ഒരു അടിപൊളി ഊട്ടി ഡേ ആണിത്. ഈ ഒരു വെതറിനൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലം കൂടിയാണിത്. പിന്നെ പൈൻ ഫോറസ്റ്റൊക്കെ കണ്ട് നമ്മളിതാ ഊട്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.